ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടല്ലോ. നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഇതുപോലെയൊക്കെ അതിൻ്റെ കോട്ടിങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു കോട്ടിങ് പാത്രം പിന്നെയും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് ഇതുപോലെയൊക്കെ മീനൊക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു വാഴയില വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് മീൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പാത്രത്തിൽ കോട്ടിങ് പാത്രത്തിലൊന്നും ആവാതെ തന്നെ നമുക്ക് ആ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ മീൻ പാനിലൊക്കെ ഫ്രൈ ചെയ്യണേക്കാളും എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് വാഴയിലയിലൊക്കെ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ വാഴയിലയുടെയൊക്കെ ഒരു സ്മെല്ലൊക്കെ മീനിലിറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഒട്ടും തന്നെ പൊടിഞ്ഞു പോയില്ല കേട്ടോ. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് നമ്മൾ തിരിച്ചൊക്കെ ഇടുമ്പോൾ നമ്മൾ നല്ലതുപോലെ പൊടിഞ്ഞു പോകും. പക്ഷേ ഇങ്ങനെ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ മീൻ പൊടിഞ്ഞു പോവാതെ തന്നെ നമുക്ക് നല്ലതായിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഒട്ടും തന്നെ പൊടിഞ്ഞു പോയിട്ടില്ല. കണ്ടോ, നമ്മൾ എങ്ങനെയാണോ മീൻ ആ ഒരു ഇലയിലിട്ട് അതേപോലെ തന്നെ നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒരിക്കൽ എങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാത്രമല്ല, പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇനി അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈൽസും അതുപോലെ തന്നെ ക്ലോസറ്റും അതുപോലെ ബേസിനൊക്കെ എപ്പോഴും നല്ല വൃത്തിയും നല്ല ഫ്രഷായിട്ടിരിക്കാനുള്ള 2 വീഡിയോയാണ് ഞാൻ അടുത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബാത്റൂമും നല്ലതുപോലെ പെട്ടെന്ന് ക്ലീൻ ചെയ്യേണ്ട വീഡിയോ ആണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയ സ്പൂണിൽ 2 സ്പൂൺ അളവിൽ ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു അടുപ്പിൽ വെച്ച് ആ ഒരു വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കഞ്ഞിവെള്ളം കൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ ബാത്റൂം വൃത്തിയാക്കുക, അതുപോലെ തന്നെ തലമുടിയൊക്കെ വളരാനൊക്കെ കഞ്ഞിവെള്ളം ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാനതിവിടെ ഇത് കഞ്ഞിവെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു സമയം നമുക്കൊന്ന് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇതാ തിളച്ച് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളം ആയതുകൊണ്ടാണ് പെട്ടെന്ന് അത് പൊങ്ങിക്കളയുന്നത്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചൂടാറാൻ വയ്ക്കുന്നതിന് മുമ്പേ ഒന്ന് അരിച്ചെടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അരിച്ചൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഷാമ്പു ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഷാമ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഷാമ്പും ബേക്കിംഗ് സോഡയൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യുന്ന ഇതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ നല്ലതുപോലെ പതഞ്ഞ് വരും. അപ്പോൾ അത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമ്മുടെ ബാത്റൂമോ അതുപോലെ തന്നെ ടൈൽസൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിലേക്ക് സോഡാപ്പൊടിയും അതുപോലെ തന്നെ ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ലതായിട്ട് നമുക്ക് വെളുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ കുറച്ച് ഉജാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1-2 തുള്ളി ഉജാലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാത്റൂമിൻ്റെ ടൈൽസിലും അതുപോലെ തന്നെ ക്ലോസറ്റിലൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉടൻ തന്നെ അതിനെ ഒന്ന് തേച്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കേണ്ട കാര്യമല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിച്ചതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ക്ലോസറ്റിലെല്ലായിടത്തും ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തേച്ചെടുക്കുക. അതുപോലെ തന്നെ ബേസിനിലും. അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല വൃത്തിയോടെ തന്നെ സൂക്ഷിക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ക്ലോസറ്റൊക്കെ നല്ലതുപോലെ വെട്ടി തിളങ്ങുന്നുണ്ട്. ഇതുപോലെ തന്നെ ബേസണും അതുപോലെ തന്നെ കേട്ടോ. നമുക്ക് വേറെ ക്ലീനിങ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് നമുക്ക് ബാത്റൂമും ടൈൽസ് എല്ലാം നല്ലതുപോലെ വൃത്തിയാക്കാം. ഇനി നമുക്ക് ബാത്റൂം എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു
ഇതാണ് കേട്ടോ, ടിപ്സാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരി കഴുകിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ക്ലോസപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല മണത്തിന് കംഫർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കംഫർട്ട് ചേർക്കുമ്പോൾ ഇത്തിരി കൂടുതൽ അളവിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. നമ്മൾ കൂടുതൽ തയ്യാറാക്കുകയാണെങ്കിൽ കൂടുതൽ എടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ലെമൺ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും കേട്ടോ. ആ ഒരു നാരങ്ങയുടെ ഒക്കെ മണം എപ്പോഴും നമുക്ക് ആ ഒരു ബാത്റൂമിൽ നിൽക്കും. അതിനുശേഷം നമുക്കിതൊരു കുപ്പിയിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുപ്പിയിലേക്ക് ആക്കിയ ശേഷം നമുക്ക് നമ്മുടെ ബാത്റൂമിൻ്റെ ടൈൽസിലും അതുപോലെ തന്നെ ബേസിനിലും എല്ലായിടത്തും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രേ തളിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ബാത്റൂമിനകത്തുള്ള ടൈൽസിലും അതുപോലെ തന്നെ ബേസിനിലും അതുപോലെ തന്നെ ക്ലോസറ്റിലും എല്ലായിടത്തും ഒന്ന് ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും വേണമെങ്കിലും നമ്മൾ ഉപയോഗമൊക്കെ കഴിഞ്ഞ ശേഷം എപ്പോഴും വേണമെങ്കിലും ഇതുപോലെയൊക്കെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല മണത്തോടെ ഇരിക്കും കേട്ടോ നമ്മുടെ ബാത്റൂമൊക്കെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടിപ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ. അപ്പോൾ പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യണേ.